കിട്ടിയടാ രമണ, കിട്ടി. എന്ത് പുതുമയുള്ളതും നാട്ടുകാർക്ക് താല്പര്യമുള്ളതുമായ ഒരു പുതിയ പരിപാടിയില്ലേ നമുക്ക് വേണ്ടത്? എണീറ്റ് ഇങ്ങനെ പാട്ട് പാടാനുള്ള ഒരു തോന്നല്. പാട്ട് പാടാ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ഉണ്ടേ? അതുകൊണ്ട് അല്ലാതെ പിന്നെ എന്തിനാ പാട്ടുണ്ട്? എന്തൊരു തലവേദന. ചുമ്മാ ഇടുന്നാണല്ലേ? ചുമ്മാ ഇടണല്ല, ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി പോണ്ടേ, അതിന് വേണ്ടിട്ട്. ആക്കിയതാണല്ലേ? അല്ല, ഇതിനൊരു ഉപകാരം വേണ്ടേ, പൈസ കിട്ടണ്ടേ? അതിനകത്ത് കോമഡി കളിച്ചാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കണത്. സാരമില്ല, ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. അതെന്താ ഈ ചോദ്യത്തിന് എന്തോ ഒരു കളിയാക്കുന്ന രീതിയിലുണ്ടോ? ചാനലില് വീഡിയോ ഇടണം എന്നൂടാറുണ്ടോ? പിന്നെന്താ എന്നോടണ്ടേ? 3 നേരം ഇടണം. ഞാൻ എന്റെ തലച്ചോറ് ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടേ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് ചിരിച്ച് ചിന്തിക്കേണ്ടാണ്. ഒരു ദിവസം 3 വീഡിയോസ് ഇടോ? അതന്നെ, ഇത് വെയിറ്റിംഗ് അല്ലേ കാണാനായിട്ട്. രാജ്യം മുഴുവൻ പാരിയുടെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അതാണ് യൂട്യൂബിനുള്ള ഗുണങ്ങൾ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമത്തെ മാതിരിയല്ലേ, യൂട്യൂബില് നല്ല ഒരു അച്ചടക്കവും രീതികളൊക്കെ ഉണ്ട്. പറയുകയുമല്ല, ഭയങ്കര ബുദ്ധിയാ ടെക്നോളജിയുടെ ഒരു പോക്കേ. ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, കണ്ട കോമഡിയൊക്കെ അതിൽ കാട്ടാം. ഇതിലത് പറ്റൂല, കോപ്പിറൈറ്റ് വരും. ഞാനതെല്ലാം കളക്കി കുടിച്ചു വന്നാലേ വിചാരം. ചെമ്പരത്യാദി എണ്ണ വെച്ച് വിസ്തരിച്ചൊന്ന് കുളിച്ചോളൂ, ക്ഷീണം മാറും. ലക്ഷങ്ങൾ വരുമാനം കൈ കിട്ടിയെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടോന്ന് അറിയാൻ പറ്റും. പൊട്ടത്തരം ചോദിക്കല്ലേ. വേറെന്തോ പറയാൻ വന്നാണ് ഞാൻ, പെട്ടെന്ന് മറന്നുപോയി, വേണ്ടായിരുന്നു. രണ്ടുപേർക്ക് നല്ല ചേർച്ചയാ, എങ്ങനെ ഒത്തു കിട്ടി? ഭയങ്കര ബിസിയാന്ന് കേട്ടു. ഇപ്പൊ നിന്ന് തിരിയാൻ ബിസി ഇല്ലായിരിക്കോ? എന്താ ബിസി? വലിയ ആളായ പിന്നെ ബിസി ഇല്ലായിരിക്കോ? ഞാൻ ആരോ ഏട്ടാ, ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് എന്ന് ഞാൻ അന്ന് വിചാരിച്ചു. സാധാരണക്കാരായിട്ടാണ് നമ്മളൊരു പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ പൈസ കിട്ടിയിട്ട് ടിൻടോമിന് എന്ത് ചെയ്യാനാണ് ആഗ്രഹം? ഞാൻ 1000 രൂപ പരിപാടിയുടെ എഡിറ്ററിന് അങ്ങ് കൊടുക്കും. എന്തിന്? എന്നിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോഷയില്ലേ അതങ്ങ് കട്ട് ചെയ്യിപ്പിക്കും. പക്ഷേ ഇപ്പത്തെ കുട്ടികളൊക്കെ ചതിക്കപ്പെടുകയാണ്. എങ്ങനെ ചതിക്കപ്പെടുന്നേ? ഇൻസ്റ്റാഗ്രാമിലൂടെ ബന്ധപ്പെടുക, അതിപ്പോ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഞാൻ പല ചിന്തയിലാണ് ഇതിന് മാത്രം ചിന്ത എന്തൊക്കെയാ ചിന്തിക്കുന്നത്? അതൊക്കെ അതൊന്നും ഇപ്പൊ നിങ്ങളോട് പറയേണ്ട. ഇതിന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, അധികാരമില്ല. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങ.